ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി. അതിൻ്റെ ബാക്ക് വീലിൻ്റെ അവിടുത്തെ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഗിയർ വീലിൻ്റെ ബെയറിംഗ് ആണ്. ഗിയർ വീലിൻ്റെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ വീല് കയറ്റി കണക്ട് ചെയ്യുന്ന ആക്സിലിൻ്റെ ബെയറിങ്ങാണ് പോവുക. പക്ഷേ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ബെയറിങ്ങിൻ്റെ പൊസിഷൻ വന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. ഇതാണ് അവസ്ഥ. അത്യാവശ്യം അതിൻ്റെ ആ സെപ്പറേറ്ററൊക്കെ പോയിട്ട് ഓൾറെഡി നല്ല രീതിയിൽ പ്ലേ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് ഗിയർ ബോക്സ് ബെയറിങ് മാറ്റണം, അതിൻ്റെ ഓയിൽ, പിന്നെ അഴിച്ച് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ അതിനോടനുബന്ധിച്ച് തന്നെ ആ ബ്രീത്തർ പൈപ്പ് തുടങ്ങിയിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയാലേ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് മാറ്റുന്നുണ്ട്. അത് കൂട്ടത്തേക്ക് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം കൂടി അഴിച്ചാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ അത് ഇവിടെ നിന്ന് ഓയിൽ സീൽ ലീക്ക് ആരംഭമാണ്, തുടക്കമാണ്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ കൂടി ആ കൂട്ടത്തേക്കൂടെ മാറ്റിയിടാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50 രൂപ അടുത്തേക്കാണ് നമുക്ക് ഈ ഓയിൽ സീലിന് റേറ്റ് വന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓയിൽ സീലും ക്രാങ്കിൻ്റെ ഓയിൽ സീലും മാറ്റാം. ഈ ഗിയർ ട്രാൻസ്മിഷൻ്റെ ആ ബെയറിങ്, ഓയിൽ സീൽ, ഗ്യാസ്കറ്റ് ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റും കൂടിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അതോടൊക്കെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.